കഴിഞ്ഞ 12 ദിവസമായി തുടരുന്ന തിരുവനന്തപുരത്തെ കുടിവെള്ളക്ഷാമത്തിൽ വ്യാപകമായി പരാതി ഉയർന്നതോടെ ഭാഗികമായി പ്രശ്നം പരിഹരിച്ചെങ്കിലും ഇപ്പോഴും പൂർണ്ണതോതിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചിട്ടില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കുടിവെള്ള പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി കോർപ്പറേഷൻ ഓരോ വാർഡുകൾക്കും ഓരോ ടാങ്കർ വീതം നൽകിയിട്ടുണ്ടെങ്കിലും അത് പര്യാപ്തമാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഇപ്പോൾ ചെറിയ തോതിൽ ഈ മീറ്ററിൻ്റെ അടുത്തുള്ള ടാപ്പുകളിലെല്ലാം വെള്ളം വരുന്നുണ്ട്, പക്ഷേ അകത്തോട്ടൊന്നും വെള്ളം വരുന്നില്ല. പക്ഷേ ഉത്സവ പ്രദേശമാണ് ഇപ്പോൾ നാളെ പൊങ്കാലയ്ക്ക് വരുന്ന ആൾക്കാർക്കൊന്നും പൂർണ്ണമായ രീതിയിൽ വെള്ളം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ചെറിയ രീതിയിലുള്ള ആയിട്ട് ആ ലൈനിൽ നൂല് പോലെ വരുന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഈ ജപ്പാൻ ലൈന് കൊടുത്തിട്ടും അതിൻ്റെ ഒരു പുരോഗതിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കോർപ്പറേഷൻ ഒരു 2000-ൻ്റെ ഒരു ടാങ്കർ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ റോഡിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ വീടുകളിലൊന്നും ഉപയോഗിക്കാനൊന്നും അതിനുള്ള ഇത് പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി അതിനില്ല. നിലവിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ആ കുറവും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം മണക്കാട് കളിപ്പംകുളത്ത് ഗ്യാസിന് വേണ്ടി ലൈനെടുത്തിരുന്ന റോഡിൽ രാവിലെയോടെ വലിയ കുഴി രൂപപ്പെട്ടു. കുഴിയിലകപ്പെട്ട വാഹനത്തെ ക്രെയിൻ ഉപയോഗിച്ചാണ് മാറ്റിയത്. ഉടൻ എന്തെങ്കിലും പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ കുഴി റോഡിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കും. ആറ്റുകാൽ പൊങ്കാല കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഗതാഗതക്കുരുക്കിനും സാധ്യതയുണ്ട്. ഗ്യാസിൻ്റെ ഒരു ലൈൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ലൈനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കംപ്ലീറ്റ് ആയില്ല, അതുകൊണ്ട് അവർ നികത്തിയിട്ട് പോയതാണ് ഇവിടെ. ഇന്നൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ ഒരു നല്ലൊരു കുഴിയായി മാറി. പെട്ടെന്ന് ഒരു കാറ് വന്ന് ഇതിൻ്റെ അകത്തങ്ങ് വീഴുന്നുപോയി. പിന്നീട് ഞാൻ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അവർ ക്രെയിന് കൊണ്ടുവന്നാണ് ആ കാറിനെ പൊക്കി മാറ്റിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.